നെഹ്റു ട്രോഫി വള്ളംകളിയെ ഒളിമ്പിക്സിലേക്ക് ഉയരത്തിൽ നെഞ്ചേറ്റിയ നാട് കൈനഗരി. വട്ടക്കായലിന് നടുവിലെ പച്ചത്തുരുത്ത്, ചെറുതോടുകൾ അതിരിട്ട കൈനഗരി. എല്ലാ മഴക്കാലത്തും വെള്ളം കയറുമെങ്കിലും കൈനഗരിയെ വിട്ടുപോകില്ല ഇവിടുത്തുകാർ. കായലിനടിയിലെ കരികുത്തിപ്പൊക്കി കരയാക്കി മാറ്റിയ കുട്ടനാടിലെ ഭംഗിയുള്ള തുരുത്ത്. കിഴക്കിന്റെ വെനീസിൽ മനോഹരിയായി കൈനഗരിയുണ്ട്. ബോട്ട് കാത്തിരിപ്പുണ്ട്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ ചെന്നാൽ മതി. അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ പോയാലും കൈനഗരിയുടെ കരയിലെത്താം. ജലരാശിയിൽ സവാരി, മനം നിറഞ്ഞ് അങ്ങനെ പ്രകൃതിയോടെ ഇണങ്ങി ഒരു യാത്ര. ഒരു തുരുത്തും അതിനു ചുറ്റുമുള്ള കുറെ കൈത്തോടുകളും ചേർന്നാൽ കൈനഗരിയുടെ ഔട്ട്ലൈൻ വരയ്ക്കാം. കൈത്തോടുകളിലൂടെ ഒരു വട്ടം കറങ്ങിയെത്താൻ 2 മണിക്കൂർ മതി. നീർവാഴകളും പായലുകളും തിങ്ങി നിറഞ്ഞ കൈത്തോടുകളിലൂടെയുള്ള യാത്ര രസകരമായ അനുഭവമാണ്. ഈ ഭൂമിയിൽ വന്നിട്ട് കൈനഗരി കണ്ടില്ലെങ്കിൽ, കണ്ടാസ്വദിച്ചില്ലെങ്കിൽ മനുഷ്യ നീ വെറും മണ്ണാകുന്നു. പള്ളിപ്പെരുന്നാളും പിന്നെ കല്യാണവും ഒക്കെയാണ് നമ്മുടെ കൈനഗരിക്കാരുടെ ദേശീയോത്സവങ്ങൾ. അതിന്റെ കൂടെ ഇതാ നെഹ്റു ട്രോഫിയും. അതാ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. UBCയും ചമ്പക്കുളവും കാട്ടിൽ തെക്കതിലും, വീയപുരം നടുഭാഗം ചമ്പക്കുളം കാട്ടിൽ തെക്കതിൽ. വയലിന്റെ പച്ച വെളിച്ചം തട്ടിയ കായൽ തീരങ്ങൾ. രവിവർമ്മ ചിത്രം പോലെ മനസ്സിന്റെ ക്യാൻവാസിൽ അത് അങ്ങനെ അടിഞ്ഞുകിടപ്പുണ്ട്. വള്ളംകളിയുടെ ദൃശ്യഭംഗിക്ക് മേമ്പൊടി വിതറാൻ ഈ കായലോരവും അണിഞ്ഞൊരുങ്ങി. ചെറുതോടുകളുടെ തീരത്തുള്ള താമസം. 18 കൂട്ടം കറികളുള്ള സദ്യ വിളമ്പിയാലും ഇച്ചിരി മീൻചാറ് കിട്ടിയാൽ ചോറുണായിരുന്നു എന്ന് പറയുന്ന കൈനഗരി. ഞണ്ടും വരാലും കാരിയും കറിവെക്കുന്നതിൽ കൈനഗരിക്കാരുടെ കൈപുണ്യം അത് പറഞ്ഞാലും തീരില്ല. പമ്പയാറിന്റെ ജലസമൃദ്ധിയാണ് കൈനഗരിയെ ചെറുദ്വീപാക്കി മാറ്റിയത്. ആലപ്പുഴയിലെ മറ്റേതു തുരുത്തിനേക്കാളും ഭംഗിയുള്ള സ്ഥലമാണ് കൈനഗരിയെന്ന് തിരിച്ചറിഞ്ഞയാളാണ് സംവിധായകൻ ലാൽ ജോസ്. പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന സിനിമയിൽ കുട്ടനാടിലെ ഈ തുരുത്തിന്റെ മുഴുവൻ ഭംഗിയും അദ്ദേഹം പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. വാസന്തിയും ലക്ഷ്മിയും ആമേൻ തുടങ്ങി വേറെയും സിനിമകൾ കൈനഗരിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എങ്കിലും പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിലാണ് ചെറുതോടുകളുടെയും തെങ്ങിൻ തോപ്പുകളുടെയും കമനീയ ഭംഗി അതേപടി ആവിഷ്കരിക്കപ്പെട്ടത്.